നമസ്കാരം. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ സ്വർണ്ണക്കനിയുടെ ലൊക്കേഷനാണല്ലോ നമ്മൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വീഡിയോയിൽ നമുക്ക് ഇത്ര ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടുതലൊന്നും വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മുടെ അതിൻ്റെ ആ ലൊക്കേഷൻ്റെ അടുത്ത ലൊക്കേഷൻ, സ്വർണ്ണക്കനിയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ ചെയ്തിരിക്കുന്ന വീഡിയോ, ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. ഇത് എങ്ങനെയുള്ള സ്വർണ്ണ ഗവേഷണവും എങ്ങനെയുള്ള സ്വർണ്ണക്കനിയാണ്, നമ്മുടെ ഭൂമിയിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടെത്താം, അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ സ്വന്തം ഭൂമിയിലോ അടുത്ത ഭൂമിയിലോ സ്വർണ്ണമുണ്ടെങ്കിൽ ആ സ്വർണം എങ്ങനെ കണ്ടെത്താം, അതിന് എന്തൊക്കെ അറേഞ്ച്മെൻറ്റുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇല്ലാതെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടാതെ തന്നെ നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. പിന്നെ ഇപ്പോൾ ചൈനയുടെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കനിയുടെ ഫോറസ്റ്റിനകത്താണ് ഈ സ്വർണ്ണക്കനി. അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വൈക്കിട് പഞ്ചായത്തിലെ മരുത, നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ വൈക്കിട് പഞ്ചായത്തിലെ മരുത കടവ് ഭാഗത്തുള്ള സ്വർണ്ണക്കനിയിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അനേകം പേർ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്തോ ഒരു കാരണത്താൽ അത് സർക്കാർ, അന്ന് സ്വർണത്തിന് വളരെ വിലയും കുറവായിരുന്നു നമുക്കറിയാം. പക്ഷേ ഇന്നങ്ങനെയല്ല. സ്വർണത്തിന് ഏറ്റവും ചുരുങ്ങിയത് തങ്കം എന്ന സ്വർണം പല രൂപത്തിലുള്ള സ്വർണ്ണങ്ങളുമുണ്ട്. ഞാൻ വിശദമായിട്ട് പറയാം, അതിന് നിങ്ങൾ ലൊക്കേഷൻ കാണും. ഇതാണ് മരുതക്കടവ് എന്ന കടവിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മരുതക്കടവിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടുന്ന് വളരെ അടുത്ത ഭാഗത്താണ് സ്വർണ്ണക്കനി. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കനിയുടെ ഭാഗത്തോട്ട്
അപ്പോൾ മരുതക്കടവ് പ്രദേശമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഇതിൻ്റെ അടുത്ത ഭാഗത്തായിട്ടാണ് സ്വർണ്ണക്കനി. ഏകദേശം സ്വർണ്ണക്കനിയുടെ സുമാർ 90 മീറ്റർ അകലെയുള്ള ഒരു ലൊക്കേഷൻ ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് 3-4 ലൊക്കേഷനിലൂടെ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന, പക്ഷേ അനുമതിയില്ല. ഫോറസ്റ്റിൻ്റെ അനുമതി മേടിക്കണം. കേന്ദ്രത്തിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണക്കനിക്കകത്ത് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കനിയിലേക്ക്, അതായത് ഈ സ്വർണ്ണ ഗവേഷണവും മറ്റും നടത്തിയിരുന്ന ഈ കനിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. ഇന്നലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ സ്വർണ്ണമല്ല ഈ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന സ്വർണവും നമ്മൾ ആഭരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വർണം, അതായത് ആഭരണത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആഭരണമായി മാറുമ്പോൾ അതിനകത്ത് ചെമ്പ് കൂടും. ആഭരണമായി മാറുമ്പോൾ അതിൽ ചെമ്പ് ചേർക്കാതെ ആഭരണം നിർമ്മിക്കാൻ സാധ്യമല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതും. ആ രൂപത്തിൽ തന്നെയാണ് ചെമ്പ് ചേർത്തുകൊണ്ടാണ് ആഭരണം നിർമ്മിക്കുന്നത്. അല്ലെങ്കിൽ തനി സ്വർണ്ണമാണെങ്കിൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ആഭരണം എന്ന് പറഞ്ഞാൽ 19 ക്യാരറ്റ്, അതേപോലെ 18 ക്യാരറ്റ്, 20 ക്യാരറ്റ്, ഈ ലെവലിലൊക്കെയാണ് അത് വരുന്നത്. അതേസമയം ഈ തങ്കത്തിൻ്റെ വകുപ്പിലേക്ക് ആണ് പോകുമ്പോൾ 22-24 ക്യാരറ്റിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മറ്റൊരു ലൊക്കേഷനും കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ലൊക്കേഷൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 24 ക്യാരറ്റാണ് ഒറിജിനൽ തങ്കം എന്ന് പറയുന്നത്. തങ്കം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റൊന്നും ചേരുന്നില്ല. അത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതും മണ്ണിൽ നിന്ന് കിട്ടുന്നതും ഒറിജിനലായിട്ടുള്ള സ്വർണത്തിനെയാണ് നമ്മൾ ഈ തങ്കം എന്ന് പറയുന്നത്. മറ്റ് ഗോൾഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആഭരണങ്ങളായി മാറുമ്പോൾ അതിനകത്ത് പലതും ചേരുമ്പോഴേ അതാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മറ്റൊരു ലൊക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു. മറ്റ് ലൊക്കേഷനുകൾ കാണിക്കുന്നു കേട്ടോ. ഒളിവർ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വർണത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 24 ക്യാരറ്റ് 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ റേറ്റ് 1 ഗ്രാമിൻ്റെ റേറ്റാണ് 10,300. അത് ഈ 10,300 1 ഗ്രാമിൻ്റെ റേറ്റ് തങ്കത്തിൻ്റെ റേറ്റാണ് പറയുന്നത്. ചിലപ്പോൾ 2 മണിക്കൂറിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഈ 10,300 എന്നുള്ളത് 10,000 ആവാനും 10,600 ആവാനും 10,100 ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓരോ 2 മണിക്കൂറിൽ കൂടുകയോ കുറയുകയോ ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ഒരു കടപ്പുറത്ത് മീനെടുക്കാൻ വേണ്ടി വണ്ടിയായിട്ട് മീനെടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ 10 ബോട്ടിൽ മീൻ വന്നുകൊണ്ട് ഓരോ മണിക്കൂറിൽ 10 ബോട്ടിലാണ് മീൻ വരുന്നതെങ്കിൽ നമ്മൾ ചെന്ന ആ സമയം 12 മണിയാണെങ്കിൽ 12 മണിക്ക് 20 ബോട്ടിൽ മീൻ വന്ന് എന്ന് വിചാരിക്കുക. 20 ബോട്ടിൽ മീൻ വരുമ്പോൾ അവിടെ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വിപണിയിലെ സ്റ്റോക്ക് അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഗോൾഡിൻ്റെ കാര്യത്തിലും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 100 ഗ്രാം സ്വർണം എന്നാൽ 100 ഗ്രാമിൻ്റെ റേറ്റ്
10 ലക്ഷം രൂപ വരും. 10 ലക്ഷത്തിന് മുകളിൽ റേറ്റ് വരും. 1 ഗ്രാമിനാണ് 10,300 രൂപ. അതിന് മുകളിലും ഒക്കെ റേറ്റ് വരാറുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന കവുങ്ങ്, തെങ്ങ് എല്ലാം കാണിക്കുന്നുണ്ടല്ലോ, ഇതിൽ ഒരു കവുങ്ങിൻ്റെ ഒരടക്ക തൊണ്ട് കളഞ്ഞ് ഒരടക്ക എടുത്തു കഴിഞ്ഞാൽ ആ അടക്ക നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു 10 ഗ്രാം വെയിറ്റ് തോന്നിക്കുള്ളൂ. ആ 10 ഗ്രാം വെയിറ്റ് തോന്നിക്കുന്ന ആ അടക്ക അതിൽ 10 ഇരട്ടിക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരിക്കും ഗോൾഡ് ആകുമ്പോൾ. അതിൻ്റെ 10 ഇരട്ടിക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരിക്കും ഗോൾഡിന്. അതുപോലെ തന്നെ ഈ 100 ഗ്രാമിൻ്റെ റേറ്റ്, ഒരടക്കൻ്റെ വെയിറ്റാണ് 100 ഗ്രാം. ഒരടക്കൻ്റെ അത്ര ഉള്ള ഗോൾഡിൻ്റെ വെയിറ്റാണ് 100 ഗ്രാം. ആ 100 ഗ്രാം വെയിറ്റ് വരുന്ന ആ ഗോൾഡിൻ്റെ വില 10 ലക്ഷത്തിന് മുകളിൽ റേറ്റ് വരുന്നു. 10 ലക്ഷത്തിന് മുകളിലാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് സ്വർണ്ണക്കനിയുടെ മറ്റൊരു ഭാഗമാണ് സുഹൃത്തുക്കളെ. അതായത് മറ്റൊരു ലൊക്കേഷനാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഈ രാജ്യത്ത് ഒത്തിരി പേര് ആ സ്വർണ്ണക്കനിയിൽ ജോലി ചെയ്തിരുന്നു. അവർക്ക് ആ സ്വർണ്ണ ഗവേഷണക്കനി നിർത്തിവെച്ച കാരണത്താൽ അവർക്ക് പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പുനഃസ്ഥാപിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ജോലി കിട്ടും. ഇത് പുനഃസ്ഥാപിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒത്തിരി പേർക്ക് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, വിദേശികൾ മാത്രം, സ്വദേശികൾ, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ ഒത്തിരി പേര്, ചൈനക്കാരോ ഉൾപ്പെടെ മറ്റും പല ഭാഗത്തുള്ള യൂറോപ്യൻസൊക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ. അതല്ലാതെ നമ്മളെക്കൊണ്ട് നമ്മുടെ രാജ്യം മാത്രമല്ല, ഇത് മുൻപും ആ രൂപത്തിൽ തന്നെയായിരുന്നു. വിദേശ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും കൂടെ ചേർന്നുകൊണ്ടായിരുന്നു ഇവിടെ സ്വർണം കുഴിച്ചെടുത്തിരുന്നതും സ്വർണ്ണ ഗവേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് എന്ത് കാരണത്താലാണ് എന്ന് വ്യക്തമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അത് നിർത്തലാക്കിയത് താൽക്കാലികം എന്ന്, പക്ഷേ അത് പുനഃസ്ഥാപിച്ചിട്ടില്ലല്ലോ. പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ നിലവിലെ സ്വർണ്ണക്കനി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒത്തിരി പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, തുച്ഛമായ 100 ഗ്രാമിൻ്റെ റേറ്റാണ് 10 ലക്ഷത്തിന് മുകളിൽ. 24 ക്യാരറ്റിൻ്റെ റേറ്റാണ് പറയുന്നത് കേട്ടോ. സാധാരണ രീതിയല്ല, 24 ക്യാരറ്റിൻ്റെ റേറ്റാണ് പറഞ്ഞത്. സാധാരണ ഗോൾഡ് ആണെങ്കിൽ, നമ്മുടെ ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന ഗോൾഡ് ആണെങ്കിൽ, ഓൺലി 1 മിനിറ്റ് ഒരു ലൊക്കേഷൻ കൂടെ കാണിക്കാം.
അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം സാധാരണ രീതിയിലുള്ള ഒരു ഇതല്ല. അതായത് സാധാരണ നമ്മുടെ ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗോൾഡിൻ്റെ റേറ്റ് ഒരു ഇപ്പോൾ നിലവിൽ 6,000 റേറ്റിലാണ് അതേ ആ ഗോൾഡ് ഇപ്പോൾ നിലവിൽ ഉള്ള അത് സാധാ ഗോൾഡിൻ്റെ റേറ്റാണ്. 19 ക്യാരറ്റ് 18-19 ക്യാരറ്റൊക്കെ ലെവലിലുള്ള ആ ഗോൾഡിൻ്റെ റേറ്റാണ് ഈ 6,000-7,000 ഒക്കെ ഗ്രാമിന് വരുന്നത്. അത് പവനാകുമ്പോൾ ഒരു പവനെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് 8 ഗ്രാം. അതായത് സാധാരണ ചിലരൊക്കെ തെറ്റിദ്ധരിക്കും അത് 10 ഗ്രാമായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. ഒരു പവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു പവൻ എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. അതിൽ ഗ്രാമിൻ്റെ റേറ്റാണ് 6,000-7,000 രൂപ നമ്മൾ ഈ ചെമ്പ് ചേർത്തിട്ടുള്ള ഗോൾഡ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ കൂടെ കാണിക്കാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിട്ടുപോയ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ മറ്റൊരു ലൊക്കേഷനിലേക്കാണ് പോയത്. ആ ലൊക്കേഷനിൽ അവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ബ്ലോക്ക് കാരണം നമ്മൾ മറ്റൊരു വഴിക്കാണ് ആ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടുന്നത്. പലയിടത്തും പല ഗേറ്റുകളൊക്കെ അടവായതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് സ്വർണ്ണക്കനിയിലേക്ക് നമുക്ക് എത്തിപ്പെടണം. സ്വർണ്ണക്കനിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കുകയും വേണം. എങ്കിലും തൊട്ടടുത്ത് ഏകദേശം ഒരു 80 മീറ്റർ അകലെയുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് ബ്ലോക്കില്ലാത്ത ഭാഗത്തിലൂടെ ഒന്ന് എത്തിപ്പെടണമെന്നിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണക്കനിയുടെ ഏകദേശം 80 മീറ്റർ അകലെയുള്ള ലൊക്കേഷനിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിന് കറക്റ്റായിട്ടുള്ള ഇതിലേക്കുള്ള പല വഴികളും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രവേശിക്കണമെങ്കിൽ അനുമതി വേണം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് 80 മീറ്റർ കൂടെ താണ്ടി അതിലെത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഈ മലമുകളിൽ 80 മീറ്റർ അകലെയാണ് സ്വർണ്ണ ഗവേഷണം നടന്നിരുന്നത്. സ്വർണ്ണ ഗവേഷണം എന്നല്ല, അതിൽ നിന്ന് സ്വർണം ലഭിക്കുകയും അത് സർക്കാരിന് സാമ്പത്തികപരമായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യം നമുക്കറിയാലോ. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. വിദേശ ഗവൺമെൻറ്റുകളുമൊക്കെ ബന്ധപ്പെട്ടായിരുന്നു, വിദേശ ഗവൺമെൻറ്റുകളും ഒക്കെ ചേർന്നുകൊണ്ടായിരുന്നു ഇത് ഇവിടെ പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇരുന്നത്. യാദൃശിക അവസ്ഥയിൽ എന്തോ ഒരു പുറത്ത്
പരസ്യമാക്കാത്ത അതോ ഇനി അന്നത്തെ സാഹചര്യത്തിൽ വൻ തുക ഈ സ്വർണം കുഴിച്ചെടുക്കാൻ വേണ്ടി വരുന്നു, അതിനനുസരിച്ച് വരുമാനം സർക്കാരിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവാനും സാധ്യത കുറവായിരിക്കും. അത് കാരണമായിരിക്കാം അന്നത്തെ റേറ്റ് അനുസരിച്ച്. അത് എന്താണ് അതിൻ്റെ വ്യക്തത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, 100 ഗ്രാമിന് 10 ലക്ഷത്തിന് മുകളിലാണ് ഒറിജിനൽ സ്വർണത്തിൻ്റെ റേറ്റ്, തങ്കത്തിൻ്റെ, അതായത് 24 ക്യാരറ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അനുമതി വാങ്ങി സ്വർണ്ണക്കനിയിലേക്ക് പ്രവേശിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.